അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അഹ്ബാബിങ്ങളെന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ മാന്യ വ്യക്തികളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇരുപതോളം പുസ്തകം എഴുതി ഞാൻ എന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഇപ്പോൾ വരുമ്പോൾ വണ്ടിയിൽ നമ്മളെ മദീനയിലെ ഏറ്റവും വലിയ ആശിക്കായ വലിയ ആദരിക്കപ്പെടുന്ന മഹാനോട് പറയുകയുണ്ടായി. അതിലാദ്യമായി എഴുതിയത് ഇൽഹാറുൽ ഫറഹ് വസ്സുറൂർ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക എന്ന പേരിലുള്ള പുസ്തകമാണ്. രണ്ടാമത് ഉസ്താദ് തന്നെ പറഞ്ഞു, എല്ലാ ദിവസവും റബീഉൽ അവ്വൽ രാത്രികളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണമാണ്. ഇന്നലെ തൃശ്ശൂരിൽ 10,000 പങ്കെടുത്തു. എല്ലാ ജില്ലകളിലും, അങ്ങനെ വിദേശത്ത് പോയാലും അവിടെയും ഹുബ്ബുർ റസൂൽ പ്രഭാഷണമാണ് ഈ മാസം മുഴുവനും എന്ന് ഉസ്താദ് പറയുകയുണ്ടായി. വളരെ ചെറുപ്പത്തിലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു. ഞാൻ അല്പം സംസാരിക്കുന്നത് ഇവിടെ ഹൈക്കോടതിയുടെ അടുത്ത് ധാരാളം വിദ്യാഭ്യാസമുള്ള വിവിധ പ്രദേശത്ത് നിന്ന് മാന്യ വ്യക്തികൾ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. കാന്തപുര ഉസ്താദിന്റെ മദ്ഹ് പറയുമ്പോൾ എന്റെ മനസ്സിലോർമ്മ വരുന്നത്, നമ്മളവരെ സംബന്ധിച്ച് പത്രത്തിലോ നെറ്റിലോ കണ്ട് മനസ്സിലാക്കിയതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിനെ മദ്ഹ് ചെയ്തു. ആദ്യമായി എനിക്ക് അവലുമൻ ആമന ബി അബൂബക്കർ, അവലുമൻ സദ്ദഖനി അബൂബക്കർ, അവലുമൻ യദ്ഖുലു മഈ ഫിൽ ജന്നത്തി അബൂബക്കർ. സിദ്ദീഖുൽ അക്ബറിന്റെ മദ്ഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്. അതുപോലെ ഉസ്താദിന്റെ മഹാനായ ഉസ്താദ്, ബഹുമാനപ്പെട്ട കുറ്റിക്കാടൂർ ഉസ്താദ്, ചെറുപ്പത്തിൽ ഉസ്താദിന്റെ ഖിദ്മത്തെടുത്ത് ജീവിച്ച ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് കുറ്റിക്കാടൂർ ഉസ്താദ് മദ്ഹ് പറയും. കാന്തപുര ഉസ്താദിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അവര് ബന്ധപ്പെട്ട എല്ലാ മഹാന്മാരും മദ്ഹ് പറയും. അവയിലത്തെ സയ്യിദന്മാര് എപ്പോഴും കാന്തപുര ഉസ്താദിന്റെ മദ്ഹ് പറയും. താജുൽ ഉലമ പറയും. ഇതൊക്കെ ആരാണ് ഇവിടെ ചെയ്യാൻ? ബഹുമാനപ്പെട്ട കാന്തപുരല്ലാതെ ആരാണ്? അവര് പറയട്ടെ എന്ന് എപ്പോഴും പറയും. ബഹുമാനപ്പെട്ട ഖുതുബുൽ മടവൂർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അദീദ് കാന്തപുര ഉസ്താദിന്റെ മദ്ഹ് പറയും. എന്താ പറയാ? നിങ്ങൾ നോക്കൂ, എത്ര ഔലിയാക്കന്മാർ, അവരെല്ലാവരുടെയും മുമ്പിലാണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് എന്ന് പറയാറുണ്ട്. അപ്പോ കാന്തപുര ഉസ്താദിന്റെ മദ്ഹ് പറയുന്നത് സിദ്ദീഖുൽ അക്ബറിന്റെ മദ്ഹ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതുപോലെ അവരുടെ ഉസ്താദന്മാരും മശായിഖമാരുമാണ്. വടകര ഉമ്മദായി തങ്ങള്, ചാപ്പനങ്ങാടി ബാപ്പൂസിയാര്, അവസാനമായി കൊണ്ടൂർ ഉസ്താദ് റൗദാ ശരീഫിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ഒരു വരത്ത് മാറി നിന്നു. അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒറ്റ നടത്തം, നമുക്ക് തീരുമാനമായി, വിവരം കിട്ടി. റൗദയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം കാണുന്നു കാന്തപുര ഉസ്താദിനെ, രണ്ടാമത് കാണുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ. എന്നിട്ട് വളരെ സന്തോഷത്തോട് സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്ന് നാട്ടിൽ വന്നിട്ട് രണ്ടാളെയും സ്വീകരിക്കാൻ വേണ്ടി വലിയ പദ്ധതിയിട്ടു. കാന്തപുര ഉസ്താദിനെയും താജുൽ ഉലമയും സ്വീകരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ അവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകിയതാണ് കൊണ്ടൂർ ഉസ്താദിന്. നിങ്ങൾ നോക്ക്, കൊണ്ടൂർ ഉസ്താദ് കാന്തപുര ഉസ്താദിനെ സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉറൂസിന് എന്റെ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ പറഞ്ഞു കേൾക്കുന്നതല്ല, പോയാ അറിയാ, 100 പോത്തടക്കം എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. എല്ലാം ആഴ്ചയിലും അവിടെ
പരിപാടിക്ക് വലിയ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കൊടുത്ത് ദുനിയാവിൽ വലിയ അംഗീകാരമാണ്. അപ്പൊ ഇത്തരം മഹത്തുക്കൾ അവരെ പറ്റി മദ്ഹ് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ഇവിടെ നടക്കുന്ന ഈ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ 9 കൊല്ലമായി നടക്കുന്ന ഈ ഹുബ്ബുർ റസൂൽ കോൺഫറൻസിലൂടെ ദീൻ എന്താണെന്ന് പഠിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കിതാബ് നോക്കിയിട്ട് ഏറ്റവും വലിയ വൃത്തിയുള്ള ആളായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ എപ്പോഴും നല്ല വസ്ത്രമാണ് ധരിക്കുക. റസൂലുള്ളാഹി കണ്ടാലും നല്ല വൃത്തിയാണ്, നല്ല വസ്ത്രമാണ് ധരിക്കുക, വീട് നല്ല വൃത്തിയാണ്, ഓഫീസ് വൃത്തിയാണ്, വാഹനം വൃത്തിയാണ്, എല്ലാം നല്ല സൂപ്പറായിരുന്നു. ഞാൻ ഈ വിഷയം ഹദീസിലുള്ളത് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞ് ആ സ്വഭാവമുള്ള ആള് ലോകത്ത് ഒരാളെ ഉള്ളൂ, ബഹുമാനപ്പെട്ട കാന്തപുരം സാധു. എപ്പോഴും നല്ല വസ്ത്രം. കേരള യാത്രയിൽ പോകുന്ന സമയത്ത് താടി നന്നാക്കാൻ കൂടെ ഒരാളുണ്ടാകും. എന്താണ്? എപ്പോഴും നല്ല വൃത്തിയുണ്ടാകും, ശരീരത്തിന് വൃത്തിയുണ്ടാകും. അഷ്റഫുൽ ഖൽഖിന്റെ ഒരു പ്രത്യേകതയാണ് റസൂലുള്ളാഹിന്റെ വൃത്തി. റസൂലുള്ളാഹി നടന്നു പോകുന്ന സമയത്ത് നല്ല തീബ് അടിച്ചുമാകുമായിരുന്നു. റസൂൽ ഏറ്റവും വലിയ വൃത്തിയുള്ള ആൾ. അമ്പിയാക്കളുടെ സ്വഭാവമാണ് വൃത്തി. ആ അമ്പിയാക്കളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ഏറ്റവും വലിയ വൃത്തിയുള്ള ആളായിരുന്നു. ഏറ്റവും വലിയ വൃത്തി അവരെ ശരീരത്തിലും അവരെ വീടിലും അവരെ ഓഫീസിലും. അങ്ങനെ റസൂലുള്ളാഹിന്റെ മറ്റൊരു സ്വഭാവമാണ് പള്ളികൾ ഉണ്ടാക്കി അത് വൃത്തിയായി സൂക്ഷിക്കാൻ കൽപ്പിക്കുമായിരുന്നു. കാന്തപുരം ഉസ്താദ് 2000-3000 പള്ളി ലോകത്തൊട്ടാകെ ഉണ്ടാക്കി. ഈ പള്ളികളൊക്കെ ഉണ്ടാക്കിയത് മാത്രമല്ല, എന്റെ നാട്ടിലെ പള്ളിയിൽ ഉസ്താദ് വരുന്ന ഞാൻ നേരത്തെ പോയിട്ട് പള്ളിയൊക്കെ വൃത്തിയാക്കാൻ പറയും. എവിടെങ്കിലും ഒന്ന് കണ്ട ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും, അത് ശരിയല്ല, അത് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം. പള്ളി വൃത്തിയായി സൂക്ഷിക്കുന്നു, അതിന് കൽപ്പിക്കുന്നു. പിന്നെ ഇപ്പൊ ഇതാ കറുത്ത കോട്ടിട്ട്, അത് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവമാണ്. എല്ലാ സമയത്തും വിരുന്നുകാരെ സൽക്കരിക്കാൻ, മഹാന്മാരെ സ്വീകരിക്കുമ്പോൾ, രാജാക്കന്മാരെയും മന്ത്രിമാരെയും കാണാൻ പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് പ്രത്യേക വസ്ത്രം ഉണ്ടാവും. അത് മാത്രമല്ല, മറ്റുള്ളവർ കൽപ്പിക്കും. അന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല എന്ന് പറഞ്ഞിട്ട് ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ ശിഷ്യന്മാരും എല്ലാത്തോടും കൽപ്പിക്കുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദല്ലാതെ ലോകത്തൊരാൾക്ക് നമുക്ക് കാണാൻ കഴിയുകയില്ല. ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ വൃത്തിയുടെ കാര്യത്തിൽ വീടും പരിസരവും പള്ളിയും വൃത്തിയാക്കി സൂക്ഷിക്കാൻ. അങ്ങനെ അത് ലാഹിറായൊരു സ്വഭാവമാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലാഹിറായ സ്വഭാവത്തിന് ബാത്തിനായ സ്വഭാവം അങ്ങനെ തന്നെ ഉള്ള ഒരാളാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ മടവൂരി വലിയുള്ളാഹി അടക്കമുള്ള മഹാന്മാർ അവരെ മദ്ഹ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബഹുമാനപ്പെട്ടവര് ഈ ലക്ഷ്യങ്ങളെ തെതുക്കി സംസ്കരിക്കുകയാണ്. ഇവരെ മാത്രമല്ല, ബഹുമാനപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ കുത്തുബുസ്സമാൻ, കുത്തുബുൽ ആലം, മുജദ്ദിദ്, മുഹദ്ദിസ്, എന്തെല്ലാം സ്ഥാനമുണ്ടോ അതൊക്കെ അവർക്കാണ്. കാരണം അവരുടെ മുരീദന്മാരായ ആളുകൾ എത്രയെത്ര മഹാന്മാരാ. കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ മുരീദായി അദ്ദേഹത്തിന്റെ ഖബറിൽ വെച്ചത് ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴയിലെ സീതി സാഹിബ്, അങ്ങനെ കഴിഞ്ഞുപോയ എത്രയെത്ര പണക്കാരും നേതാക്കന്മാരും ഉസ്താദിന്റെ മുരീദന്മാരാണ്. ഈ കൂടിയവരൊക്കെ സംഘടനക്കാരാണ്, ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, ഉസ്താദിന്റെ മുരീദന്മാരാണ്, മുഹിബ്ബീങ്ങളാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തൊട്ടാകെയുള്ള ആളുകൾക്ക് ഈ ഭംഗിയിൽ നടക്കുക എന്ന് മാത്രത് നടക്കാൻ കൽപ്പിച്ചത് റസൂലുള്ളാഹിന്റെ ഒരു സ്വഭാവമാണെങ്കിൽ മറ്റൊരു സ്വഭാവമാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കിതാബും ഹിക്മത്തും പഠിപ്പിച്ച് അവരെ സംസ്കരിക്കുന്നു. അവർക്ക് ഒരു സമയം ഒഴിവില്ല. 10,000-ങ്ങൾക്ക് കിതാബ് ഓതിക്കൊടുക്കുന്നു. ലക്ഷക്കണക്കിന് ശിഷ്യന്മാരിൽ ലോകത്തൊട്ടാകെ വലിയ ഏത് സമയത്തും ഏത് മജ്ലിസിലും അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും അവർക്കൊക്കെ ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന, ലോകത്ത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇത്തരം ക്ഷമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ലോകത്ത് കാണാൻ കഴിയുക. അല്ലാഹു അവിടേക്കുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹുവല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു സുമ്മസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. ലാഹിർ കാണുന്ന വൃത്തി, ലാഹിർ റസൂലുള്ളാഹിന്റെ വൃത്തിയും ആ സ്വഭാവവും, അങ്ങനെ തന്നെ ബാത്തിനും പൂർത്തിയായ ആൾ അഷ്റഫുൽ ഖൽഖ്. അവിടെ നിന്നുള്ള ആ ബാത്തിനും പൂർത്തി കമാലിയത്ത് കൂട്ട ലഭിച്ച ഒരാൾ എന്ന നിലയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബുർ റസൂലിന്റെ പ്രസംഗം ഇവിടെ 9
9 കൊല്ലം പറത്തിയതിന്റെ വ്യക്തമായ വലിയ ഒരു അള്ളാഹു കബൂലാക്കിയതിന്റെ ഒരേ അടയാളമാണ് മദീന മുനവ്വറയിൽപ്പെട്ട സയ്യിദ് ഹാഷിം എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ പണ്ഡിതൻ ഇവിടെ പരിപാടിക്ക് ദ്വാരക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ള പറഞ്ഞേച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മർക്കത്തിൽ തറക്കലിടാൻ അവിടുത്തെ പരിപാടിക്കും സയ്യിദ് അലി, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മാലിക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം വന്നത് നമുക്കറിയാം. അദ്ദേഹം ഇവിടെ വന്ന് തിരിച്ചു പോണ സമയത്ത് ആലിമീങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഇനി ഒരു വിഷയത്തിലും എന്നെ അന്വേഷിച്ച് മക്കയിലേക്ക് ആരും വരണ്ട, ഞാനിതാ എല്ലാം ഇവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കതിൽ അത്ഭുതമില്ല. കാരണം ബഹുമാനപ്പെട്ട മടവൂരി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ ഖലീഫയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ വെറുതെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് ഖലീഫിന്റെ പണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലാഹിറായ സ്വഭാവവും ബാത്തിനായ സ്വഭാവവും അത് പഠിപ്പിച്ച് ജനകോടികളെ സംസ്കരിക്കുന്ന ഒരാള് ലോകത്ത് വേറെ ആരാണുള്ളത്? പടച്ചറബ്ബേ, അള്ളാഹു നമുക്ക് എന്ത് നിയമത്താണ് ചെയ്തത്. ഞാനധികം സംസാരിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഒറ്റക്കാര്യം പറയുകയാണ്. എന്താണ് കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ രാജ്യത്ത് ചെന്നാലും, ഞാനിപ്പോൾ അടുത്ത ദിവസം നമ്മളെ ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ബൈത്തുൽ മുഖദ്ദിസിൽ പോയി. അവിടെ ചെന്ന ആളുകളെല്ലാം കൂടി ഉസ്താദിനോട് ഇശാക്ക് ഇമാമത്തിക്കാൻ പറഞ്ഞു, പ്രസംഗിക്കാൻ പറഞ്ഞു, മഗ്രിബിന് അങ്ങനെ സുബഹിക്ക് വരാൻ പറഞ്ഞു. യാതൊരു സൗകര്യമില്ല. പക്ഷേ ഉസ്താദ് തണുപ്പത്ത് രാവിലെ സുബഹിക്ക് അവിടെ എത്തി, അവിടുത്തെ പ്രസംഗിച്ച് അവർക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. ബേലൂര് വാക്കിയാത്ത് സാലിയാത്തിൽ 150 കൊല്ലമായി സ്ഥാപിച്ച വാക്കിയാത്തിൽ അവിടെ പഠിച്ച ആലിമീങ്ങൾ ലോകത്തൊട്ടാകെയുണ്ട്. അവിടെ ഇപ്പം അവിടുത്തെ വലിയൊരു സമ്മേളനം നടത്തിയപ്പോൾ അവിടുത്തെ അധ്യക്ഷം വഹിച്ച് ഉസ്താദ് അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത്ഭുതങ്ങൾ, അവിടെ ഉസ്താദ് 1.5 മണിക്കൂർ സംസാരിച്ചു. 4 ഭാഷയിൽ സംസാരിച്ചു. ഇവിടെ ആർക്കാണ് 4 ഭാഷയിൽ പ്രസംഗിക്കാൻ കഴിയാതെ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹു തആല ഉസ്താദിന്റെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. 4 ഭാഷയല്ല,